കപ്സ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേഗം ഒരു ചട്ടി എടുത്ത് വെച്ചോളൂ. എന്നിട്ട് എണ്ണ ഒഴിക്കുക, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പിന്നെ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 തക്കാളി മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് പ്യൂരി ആക്കിയിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ഇതാ കപ്സ ബിരിയാണിയുടെ മസാലയാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു പകുതി ഓറഞ്ചിന്റെ ജ്യൂസും കൂടെ പിഴിഞ്ഞ് അതിലേക്ക് ഇടുക. കൂടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ തൊലിയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ചുരണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 മാഗി ക്യൂബ് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലൊരു പരിവായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ചിക്കൻ ചേർത്തിട്ട് മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. പിന്നെ പൊടിയുടെ കുറച്ച് കുറവുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മഞ്ഞപ്പൊടിയും അതുപോലെ നമ്മുടെ കപ്സ മസാലയും കൂടി ഒന്നുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്ക് മഞ്ഞപ്പൊടിയും കപ്സ മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു മസാല ആക്കി മാറ്റി വെക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച ചിക്കൻ പകുതി വേവോട് കൂടിയിട്ട് നമ്മൾ ഈ മസാലയ്ക്ക് ചേർത്തിട്ട് മസാല പുരട്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച അതേ വെള്ളത്തിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി അധികം ഒഴിച്ചിട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും നമ്മുടെ റൈസും കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. നെയ്യിലാണ് ടോസ്റ്റ് ചെയ്യുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ചോറ് ഒരു 70% കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിക്കനും അതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്സ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ഥിരം ഉണ്ടാക്കുന്ന ബിരിയാണി ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഈ അറേബ്യൻ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.